ശമനം കൊടുക്കും. ചില ആളുകൾ കല്യാണം കഴിഞ്ഞു അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്തു, റബ്ബേ ആദ്യത്തെ പ്രസവത്തിൽ ഒരു പെൺകുട്ടിയാകണേ റബ്ബേ. ചിലപ്പോൾ അള്ളാഹു പെൺകുട്ടിയെ കൊടുക്കും. ആദ്യത്തെ പ്രസവത്തിൽ ഒരു ആൺകുട്ടിയെ തരണേ റബ്ബേ. ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, ആദ്യത്തെ പ്രസവത്തിൽ ആൺകുട്ടിയെ കൊടുക്കും. ചില ആളുകൾക്ക് അങ്ങനെ അള്ളാഹു സ്പോട്ടിൽ ഇജാബത്ത് കൊടുക്കും. രണ്ട് ചില ആളുകൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എപ്പോഴും ദുആ ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാൻ. നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾക്ക് സങ്കടങ്ങളും വേദനകളും യാതനകളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ നിങ്ങളുടെ മനസ്സ് വിശാലമാകാൻ നിങ്ങൾ യാത്ര ചെയ്യണം. ഷാഫി ഇമാം പോലും പറയുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന. ഈ യാത്ര ചെയ്യുമ്പോ ദുആ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യാൻ നമ്മൾ പഠിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചവനേ നിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലാഹ്. ദുസ്മി കൊണ്ട് ആരംഭിക്കുകയാണ് അല്ലാഹ്. സംരക്ഷണം നൽകണേ നാദാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാനുള്ള കഴിവ് നമുക്ക് വേണം. ഞാൻ പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ചിലപ്പോ പച്ചയായ മനുഷ്യനായിട്ടാണ് പോണേ. തിരിച്ചു വരുന്ന ചിലപ്പോ ആംബുലൻസിലും മയ്യത്തായിട്ടായിരിക്കാം, കഫം പുടവയിലായിരിക്കാം. അല്ലാഹുവേ ഞങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ഒന്ന് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് സ്പോട്ടിൽ തന്നെ ഇജാബത്ത് കൊടുക്കും. ചില ആളുകൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു പടച്ച നമ്പുരാൻ അപകടങ്ങൾ മാറ്റി കൊടുക്കും. മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, മൂന്നാമത്തെ വിഭാഗമാരാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ. ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ടു നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ, അസ്റായീൽ കടന്നു വരുന്ന കോലമെങ്ങനാ, അസ്റായീൽ കടന്നു വരുന്ന രംഗമെങ്ങനാ. റസൂലുള്ള പറയുകയാ, റസൂലുള്ള ഓർമ്മപ്പെടുത്തുകയാ, നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, സകാത്ത് കൊടുത്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, ഹജ്ജുകൾ ചെയ്തവരാണോ, ഉറൂസുകളിൽ പങ്കെടുത്തവരാണോ, ഉറൂസിനെ ബഹുമാനിച്ചവരാണോ, മഹാന്മാരെ ആദരിച്ചവരാണോ. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ, പടച്ചവനെ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമുണ്ടല്ലോ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴിയുന്നവരാണോ. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ, മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധവന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് കടന്നു വരികയാ. അസ്റായീൽ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ മടിക്കൈ കല്യാണ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് മിനാരത്തിലൂടെ എന്റെ പ്രിയമുള്ളവരെ വിളിച്ചു പറയുകയാ, ഇല്ലാ ലില്ലാ ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഹതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ കാരണവര് മരിച്ചിട്ടുണ്ട്, മഹലിലെ കാരണവര് മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. സർവരും എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, കൂട്ടുകാരെ കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങള് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ബന്ധുമിത്രാദികള് കടന്നു വരികയാ, ഉസ്താദന്മാര് കടന്നു വരികയാ, സയ്യിദന്മാര് കടന്നു വരികയാ, മുഅല്ലിമീങ്ങള് കടന്നു വരികയാ. സർവരും അതാ ജനാസയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ ഓടി വരികയാ. എന്നിട്ടതാ കുളിപ്പിക്കുകയാ, പടച്ചവനെ മുഴുവെടുപ്പിക്കുകയാ, പടച്ചവനെ കഫം പടവയിൽ പൊതിയുകയാ, പടച്ചവനെ അത്തറ പൂശുകയാ. എന്നിട്ടതാ ആറുകാലുള്ള സന്തൂക്കിലേക്ക് എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും ജനാസയുണ്ടല്ലോ കയറ്റുകയാ.
ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് റസൂലേ, എപ്പോഴാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഒരു മയ്യത്തിന്, ഒരു ജനാസയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയം എപ്പോഴാ? പടച്ചവരെ, ആറുകാലുള്ള സന്തൂക്കിലേക്ക് മയ്യത്ത് കയറ്റുകയാ, വീടിന്റെ ഉമ്മറ പടിയിലൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ ജനാസയുണ്ടല്ലോ ഇറക്കുമ്പോ താങ്ങാതെ കഴിയൂല, താങ്ങാതെ കഴിയൂല. പടച്ചവനെ, പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളി കാണാത്തവരെ, റമളാൻ പോലെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരാത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നന്നാകടോ, നന്നാകടോ, നന്നാകടോ. 27-ാം രാവ് കടന്നു വന്നല്ലോ, 17-ാം രാവ് കടന്നു വന്നല്ലോ, റമളാൻ കടന്നു വന്നല്ലോ, റജബ് കടന്നു വന്നല്ലോ, ശഅബാൻ കടന്നു വന്നല്ലോ. ഉസ്താദേ, നന്നാകൂല, നന്നാകൂല. പള്ളിനങ്ങൾക്ക് വേണ്ട, ഉറൂസിനങ്ങൾക്ക് വേണ്ട, മക്കാമിനങ്ങൾക്ക് വേണ്ട, ലൈറ്റിടലിനങ്ങൾക്ക് വേണ്ട, ഉറൂസുകൾ ഞങ്ങൾക്ക് വേണ്ട, വയലിനങ്ങൾക്ക് വേണ്ട, ബുറുദനങ്ങൾക്ക് വേണ്ട, പിരിവിനങ്ങൾക്ക് വേണ്ട, നേർച്ചനങ്ങൾക്ക് വേണ്ട. അല്ലാഹുവേ, അന്നദാനം ഞങ്ങൾക്ക് വേണ്ട. ഇതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നവരാണോ? നിന്നെ അതാ പള്ളിയിൽ നിന്ന് എടുക്കുകയോ, പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. പടച്ചവനെ, മൂടുപലക ഇങ്ങനെ വെക്കുകയാ, എന്നിട്ട് മണ്ണന്റെ പടച്ചവനെ വാരിയിടുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണമെന്ന് പ്രിയമുള്ള കാസർഗോഡ് ചെറുപ്പക്കാരാ. എന്നും അറിയോ, പാമ്പുള്ള ഖബറാണ് അല്ലോ, തേലുള്ള ഖബറാണ് അല്ലോ, ഞെരുക്കമുള്ള ഖബറാണ് അല്ലോ, പുഴുക്കളുള്ള ഖബറാണ് അല്ലോ. അവിടെ നിന്നുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവരെ ചെമ്മിച്ച തറയാണല്ലോ. കിലോമീറ്റർ കണക്കാന ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, തലയുടെ തൊട്ടുമുകളിലേക്ക് കടന്നു വരികയാ. നീ അതോ കരയുകയോ, വേദനിക്കുകയോ, സങ്കടപ്പെടുകയോ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ? സ്വർഗമാണോ, നരകമാണോ, ഹൗദുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലമാണോ, തിന്മയുടെ അദാബാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അല്ലാഹുവേ, നിന്നെ അതാ ഹിസാബ് ചെയ്യാൻ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ ത്രാസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാ. നമ്മളിങ്ങനെ കടന്നു ചെല്ലുമ്പോ നന്മകളുടെ ത്രാസുണ്ടല്ലോ, അതിങ്ങനെ അധികരിക്കുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്തില്ല റബ്ബേ, ഒരുപാട് നന്മകൾ ചെയ്തില്ല റബ്ബേ, ഒരുപാട് നമസ്കരിച്ചില്ല റബ്ബേ, ഒരുപാട് നോമ്പ് നോറ്റില്ല റബ്ബേ, ഒരുപാട് സദഖ കൊടുത്തില്ല റബ്ബേ. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹ് നന്മ തിന്മകള് തൂക്കുന്ന ത്രാസില് നന്മയുടെ തുലാസുണ്ടല്ലോ, അധികരിക്കാനുള്ള കാരണമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അല്ലാഹ്? ആ സമയത്ത് അള്ളയതാ പറയുകയാ, എന്തുകൊണ്ടെന്നറിയോ ചെറുപ്പക്കാരാ? ദുനിയാവിൽ
ദുനിയാവിൽ ദുആ ചെയ്തവരെ, ദുനിയാവിൽ കരഞ്ഞവരെ, ദുനിയാവിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരെ ചിലപ്പോ ദുആ ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് അല്ലാഹു തട്ടിമാറ്റുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ നന്മയുടെ തുലാസ് അധികരിച്ചിരിക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണം നിങ്ങൾ ദുനിയാവിൽ ദുആ ചെയ്തിട്ട് ദുനിയാവിൽ ചിലപ്പോൾ അല്ലാഹു തരണോന്നില്ല, അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതാ പറയണേ, തൗബ ചെയ്യുന്നവരാരാ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഞാൻ പറയാ, ഒറ്റക്കിരുന്ന് തൗബ ചെയ്താൽ മതി. ഇനി നിങ്ങൾ പറയും, ഉസ്താദേ 27 രാവിലെ വന്നിരുന്നിട്ട് അവിടെ ഉസ്താദ് തൗബ ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ ഇരുന്നാലേ ഞങ്ങളുടെ തൗബ സ്വീകരിക്കൂ എന്നാണെങ്കിൽ അങ്ങനില്ല. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളിയിൽ എത്ര പേര് കൃത്യമായിട്ട് കടന്നു വന്നിട്ട് അതിന്റെ അകത്തിരുന്ന് ദുആ ചെയ്യുന്നുണ്ട്? നമ്മുടെ പള്ളിയിൽ പറയുന്നുണ്ട്, നിസ്കാരത്തിന് ശേഷം ആരാണോ ദുആ ചെയ്യുന്നത് അവർക്ക് ബറക്കത്ത് ഉണ്ടാകുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനമാകുന്ന ഈ പള്ളിയിൽ കയറിയിരുന്നിട്ട് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? തൗബ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയാ, ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കിയിട്ട് തൗബ ചെയ്യണമെന്നില്ല. ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കിയിട്ട് ദുആ ചെയ്യണമെന്നില്ല. ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കും. ഒരിക്കല് മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കടന്നു വരിക. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, കുടിക്കാനും കൃഷിക്കും ഒന്നും വെള്ളമില്ല മൂസാ നബിയെ. ഇപ്പൊ ഇവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. മഴയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഇത്തവണ പ്രളയം മാറിപ്പോയി, ദുബൈയിലേക്ക് പോയിരിക്കണേ. ഏത് സമയത്ത് നമുക്ക് വരുന്നെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇപ്പോഴും വഅലിന് കയറുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാടുള്ള സാബിത്ത് എന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ റൂമിന്റെ വാതിക്കലൊക്കെ വെള്ളം ഉസ്താദേ, റൂമിന്റെ വാതിക്കലൊക്കെ വെള്ളം ഉസ്താദേ, വീട്ടുകാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പ്രതിസന്ധിയില്ല ഉസ്താദേ. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹുവേ, ദുബൈയിലും ഷാർജയിലും യുഎഇയിലും ഒക്കെ ഉള്ള പാവപ്പെട്ടവര് പ്രളയത്തിന്റെ പ്രതിസന്ധിയിലാണ്. റഹ്മാനെ, അവരെ നീ കാത്തിരിക്കണേ അല്ലാഹ്. അവർക്ക് ഈമാൻ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ മനസ്സിൽ നീ ചങ്കുറപ്പ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു കാവൽ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ പറയാ, നമുക്ക് ഏകദേശം 2 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് പ്രളയം വന്നപ്പോ നമ്മളെ സഹായിച്ചവരാ ഗൾഫുകാരാ. നമ്മളെ സഹായിച്ചത് ആ പ്രവാസികളാ. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും വെള്ളം കയറിയപ്പോ വിദേശത്തുള്ള നമ്മുടെ മക്കളും മാതാപിതാക്കളൊക്കെ ഓരോ സെക്കൻഡും വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, എടാ എങ്ങനെയുണ്ട്, എടാ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ, എടാ നിങ്ങൾക്ക് അപകടം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കൂട്ടുകാര്, കുടുംബക്കാര്, നമ്മുടെ മഹലിന്റെ പരിസരത്തുള്ള എത്രയോ പേര് ദുബൈയില് ആ വെള്ളക്കെട്ടില് പ്രതിസന്ധിയില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ അവർക്ക് വേണ്ടി ഒന്ന് ഒരുമിച്ച് കൂടാൻ നമുക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രവാസി. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്ക് കിനാരങ്ങൾ കെട്ടാൻ, നമ്മുടെ പള്ളികളിൽ ദർസ് നടത്താൻ, നമ്മുടെ പള്ളികളിൽ ഉറൂസ് നടത്താൻ, നമ്മുടെ മക്കാമുകളിൽ ഉറൂസുകൾ നടത്താൻ ഏകദേശം പൈസ തരുന്നത് അവര് തന്നെയാണ്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. ആ പ്രവാസികൾക്ക് നീ സംരക്ഷണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാടും വീടും കൂടും മഹല്ലും കൂട്ടുകാരും ബന്ധുമിത്രാദികളെ വിട്ടുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പ്രവാസ കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ. അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. അവരുടെ സമ്പത്തിൽ നീ വർദ്ധനവ് കൊടുക്കണേ റഹ്മാനെ. അതാ പറയണേ, ദുആ ചെയ്യണം. ഒരിക്കല് മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാന് വെള്ളമില്ല, വെള്ളമില്ലാത്ത അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റബ്ബേ. അല്ലാഹുവോട് കരഞ്ഞ് ദുആ ചെയ്യണേ റബ്ബേ. മഴ തരണേ റഹ്മാനെ, മഴ തരണേ റഹ്മാനെ, ഖൈറായ മഴ നൽകണേ റഹ്മാനെ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? മഴയില്ലെങ്കിലും പ്രശ്ന, മഴ ഉണ്ടെങ്കിലും പ്രശ്ന, മഴയില്ലെങ്കിലും പ്രശ്ന, മഴ ഉണ്ടെങ്കിലും പ്രശ്ന, മഴയില്ലെങ്കിലോ തീരെ വെള്ളം ഉണ്ടാവൂല, മഴ ഉണ്ടെങ്കിലോ വെള്ളപ്പൊക്കം കൊണ്ട് ആറാട്ടായിരിക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈ മന്നൽക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, കുടിക്കാൻ വെള്ളമില്ല, ദുആ ചെയ്യണം, വെള്ളമില്ല, ദുആ ചെയ്യണം. മൂസാ നബിയുടെ മുമ്പിൽ 70,000-ഓളം ആളുകൾ ഇങ്ങനെ മൂസാ നബിയുടെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക.
മൂസ നബി രണ്ട് കരങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഉയർത്തുകയാ, അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ മഴ തരണേ അല്ലാ, പടച്ചവനെ കുടിക്കാൻ വെള്ളമില്ല, കൃഷി ചെയ്യാൻ വെള്ളമില്ല. നാദാ നിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. നാദാ വെള്ളം തരണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞല്ലോ ദുആ ചെയ്യണമെന്ന്. മൂസ നബി ദുആ ചെയ്തല്ലോ, മൂസ നബി ദുആ ചെയ്തല്ലോ. മൂസ നബി എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ വാനലോകത്ത് നിന്ന് ജിബ്രീൽ അതാ കടന്നു വരികയാ. എന്നിട്ടാ മൂസ നബിയോട് പറയുകയാ, ദുആക്ക് പ്രതിഫലമില്ല, മഴ തരില്ല, ഇജാബത്തില്ല. മൂസ നബി അതാ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എന്ത് കണ്ടാണ് അല്ലാഹ് മഴ തരാത്ത കാരണമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നാദാ? പടച്ചവനെ 70,000-ഓളം ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ രണ്ട് കരങ്ങളും ഉയർത്തി ദുആ ചെയ്തിട്ട് മഴ എന്താ റബ്ബേ നീ തരാത്തത്? ജിബ്രീൽ മുഖേന അല്ലാഹ് പറഞ്ഞു കൊടുത്തു, മൂസ നബിയെ ഈ 70,000-ഓളം ആളുകളുടെ ഇടയിൽ വർഷങ്ങളായിട്ട് പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ചങ്ങാതി ഈ കൂട്ടത്തിലുണ്ട്. എന്താ 70,000-ഓളം വരുന്ന ഈ ആളുകളുടെ ഇടയിൽ അള്ളാനെ മറന്നുകൊണ്ട് കൊല്ലങ്ങളായി ജീവിച്ചൊരു ചങ്ങാതി ഈ 70,000-ന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ അവൻ എണ്ണീച്ചു പോകണം, അല്ലാതെ നിങ്ങൾക്ക് മഴ തരില്ല. എന്താ 70,000-ഓളം ആളുകളുടെ ഇടയിൽ ഒരു തെറ്റുകാരനുണ്ട്, അള്ളാനെ മറന്നവരുണ്ട്. അവൻ തൗബ ചെയ്യാതെ, അവൻ എണ്ണീച്ചു പോകാതെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകില്ല. മൂസ നബി വല്ലാതെ വിഷമത്തോടെ, വല്ലാതെ ദേഷ്യത്തോടെ 70,000-ഓളം ആളുകളുടെ ഇടയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആരാണ് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാരാ? അവൻ ഇവിടെ നിന്ന് എണ്ണീക്കണം. ആരാണ് പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാരാ? അവൻ ഈ സദസ്സിൽ നിന്ന് എണ്ണീക്കണമെന്ന് ബഹുമാനപ്പെട്ട മൂസ നബി പറയുമ്പോ ഒരാളും എണ്ണീക്കണില്ല, ഒരാളും എണ്ണീക്കണില്ല. ഇപ്പൊ ഞാൻ പറയാ, നിങ്ങളോട് പറയാ, നിങ്ങളുടെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു ചങ്ങാതി ജീവിതത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്തവരുണ്ടെങ്കിൽ എണ്ണീക്കാൻ പറഞ്ഞ ഒരാളും എണ്ണീക്കൂല. കാരണം എന്തേ? എല്ലാവർക്കും അഭിമാനം വലുതാ, അല്ലെ? എല്ലാവർക്കും അഭിമാനം, അന്തസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വലുതാ. നിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഒന്ന് കൈവക്കാൻ പറഞ്ഞ കൈവക്കോ? പൊക്കൂല. കാരണം എന്തേ? എല്ലാവർക്കും അഭിമാനം വലുതാ. മൂസ നബി ഇങ്ങനെ കുറെ വട്ടം പറഞ്ഞിട്ട് ആരും എണ്ണീക്കണില്ല, ആരും എണ്ണീക്കണില്ല. പടച്ചവനെ മണിക്കൂറുകൾ കഴിയുകയാ. സുബ്ഹാനല്ലാഹ്, മഴയുണ്ടല്ലോ, കടന്നു വരികയാ. മൂസ നബി എന്റെ പ്രിയമുള്ളവരെ വാനലോകത്തേക്ക് നോക്കുമ്പോ പടച്ചവനെ ആകാശത്ത് നിന്ന് മഴയുണ്ടല്ലോ, കടന്നു വരികയാ. മൂസ നബി അല്ലാഹുവോട് ചോദിക്കുകയാ, അല്ലാഹ് നീയല്ലേ പറഞ്ഞത് തമ്പുരാനെ, നീയല്ലേ പറഞ്ഞത് പടച്ചവനെ, നീയല്ലേ പറഞ്ഞതല്ലോ 70,000-ഓളം ആളുകളുടെ ഇടയിൽ ഒരാള് തെറ്റ് ചെയ്തവനുണ്ടല്ലോ, അവൻ എണ്ണീക്കാതെ മഴ തരില്ലെന്ന് പറഞ്ഞത് നീയാണ് അല്ലാഹ്. ഒരാള് പോലും എണ്ണീച്ചില്ല പടച്ചവനെ. പിന്നെന്താണ് റബ്ബേ മഴ തന്നതെന്താണ് റബ്ബേ? എനിക്കൊന്ന് പറഞ്ഞു തരണേ അല്ലാഹ്. പടച്ചവനെ 70,000-ഓളം ആളുകളുടെ ഇടയിൽ തെറ്റ് ചെയ്തവൻ എണ്ണീക്കാതെ മഴ തരില്ലെന്ന് നീയല്ലേ പറഞ്ഞത് റബ്ബേ? ഒരു കുഞ്ഞു പോലും എണ്ണീക്കാതെ നീ മഴ തന്നിട്ടുണ്ടല്ലോ റഹ്മാനെ. അതിന്റെ കാരണം എന്താ? മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു, മൂസ ആ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്തിട്ടുണ്ട്. മൂസ നബി പറഞ്ഞു, അല്ലാഹുവേ ഞാൻ കണ്ടില്ല റബ്ബേ, ഓൻ തൗബ ചെയ്യണത് ഞാൻ കണ്ടില്ല റബ്ബേ. മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തു, മൂസ തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും അറിയാതെ ആ ചങ്ങാതി ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന്
കൊണ്ട് തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മഴ നൽകിയതെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഒച്ചപ്പാടും ബഹളം ഒന്നിട്ട് തൗബ ചെയ്യണമെന്നില്ല. മനസ്സറിന് കൽബറിന് ഈമാനോടെ ഇഖ്ലാസോടെ ആര് തൗബ ചെയ്താലും അല്ലാഹുവേ ഇനി ഞാൻ തെറ്റ് ചെയ്യൂല റഹ്മാനെ, ഇനി ഞാൻ ആ തെറ്റ് തിന്മ ചെയ്യൂല റബ്ബേ എന്നൊരു നിയ്യത്ത് വെച്ചുകൊണ്ട് തൗബ ചെയ്യുന്നവരാരാ അവരുടെ തൗബ സ്വീകരിക്കും. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം ആരാണോ തൗബ ചെയ്യുന്നത് അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. അപ്പൊ പഠിച്ചില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇന്നത്തെ സദസ്സ് അവസാനത്തെ സദസ്സാകാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കസേരയിൽ നിന്ന് അല്ലാഹു സമ്മതം തരാതെ എണ്ണീക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? നാളെ രാവിലെ ഇവിടെ അന്നദാനം കൊടുക്കുമ്പോ, അല്ലെ നാളെ രാവിലെ ഇവിടെ മറ്റുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഏതെങ്കിലും ഒരു ചങ്ങാതിക്ക് തോന്നുന്നുണ്ടോ? തോന്നില്ല. കാരണം എന്തേ? അല്ലാഹു ആയിഷന്റെ പ്രിയപ്പെട്ടവരെ നീട്ടിത്തരാൻ നടക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാ, സ്നേഹത്തോടുകൂടി പറയാ, ആരാണ് തൗബ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അല്ലാഹുവേ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവരാരാ? ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോ ഇമാമ് ഫാത്തിഹ ഓതുമ്പോ ഇമാമ് ഫാത്തിഹയില് ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? ഇമാമ് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഇമാമ് ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ഉണ്ടല്ലോ ആരെങ്കിലും ഒരാള് ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമും മഅമൂമുമായി ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ സുബഹി നിസ്കാരത്തില്, മഗ്രിബ് നിസ്കാരത്തില്, ഇശാ നിസ്കാരത്തില് ഫാത്തിഹ സൂറത്ത് ഇമാം ഒച്ചയിൽ ഓതുമ്പോ ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ വാനലോകത്ത് ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഈ ആമീൻ ഇമാമ് പറയുമ്പോ ഇമാമിനോടൊപ്പം പറയുന്നവരാരാ? അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ എങ്ങനെ ആമീൻ പറയാ? എങ്ങനെ പറയാ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഇമാമ് പറയുമ്പോ ഇമാം ഇങ്ങനെ വലദ്ദാലിന്റെ നൂന് പറയാൻ വേണ്ടി ചില ചങ്ങാതിമാര് കാത്തിരിക്കുക. ഉസ്താദ് ആമീൻ പറയുന്നതിന് മുമ്പ് ആമീൻ ഉസ്താദിനോട് പറയാം, എന്താ ഉസ്താദ് ആമീൻ പറയാത്ത? ചില ആളുകള് ഇമാമ് പറയുന്ന മുമ്പേ ആമീൻ പറയും. ഒരുത്തൻ വലത്തെ സൈഡിൽ ആമീൻ പറയും, ഒരുത്തൻ ഇടത്തെ സൈഡിൽ ആമീൻ പറയും, ഒരുത്തൻ പുറകിൽ ആമീൻ പറയും. അങ്ങനെ കലബിലായിട്ട് ആമീൻ പറയുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യില്ല. ഒരുമിച്ച് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ
ഇമാം ആമീൻ പറയുമ്പോ ഒരുമിച്ച് ആമീൻ പറയുന്നവരാരാ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ റമളാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദന്മാരാരാ? റമളാനിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഉസ്താദന്മാരാരാ? ഏത് പള്ളിയിലാണോ അലംദർ സൂറത്ത് ഓതുന്നത് ആ ഉസ്താദന്മാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പള്ളിയുടെ പേരൊന്നും പറയുന്നത്, ഞാനിപ്പോ പള്ളിയിൽ നിന്ന് മാറി. ഞാനൊരു തറാവീഹ് ഇതുപോലെ ആദ്യത്തെ റമളാനിലെ ആദ്യത്തെ ദിവസത്തെ തറാവീഹ് നിസ്കരിക്കുമ്പോ 10 മണി തറാവീഹ് കഴിഞ്ഞപ്പോ 9 മണിക്ക് 8:50 തുടങ്ങി 10 മണിക്ക് തറാവീഹ് കഴിയണം. എന്റെ റൂമിൽ പള്ളിയുടെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. എന്തേ പിരിച്ചു വിടാനാ? അതിനൊന്നുമില്ല ഉസ്താദേ. ഉസ്താദേ വലിയ സൂറത്ത് ഓതിട്ട് പറ്റണില്ല ഉസ്താദേ. ദോടാ ചെറിയ സൂറത്ത് ഓതിയാല് അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു ഉസ്താദേ. ഒരു 9:30 മണിക്ക് തീർത്താല് ഞങ്ങൾക്കൊക്കെ റാഹത്തായിരുന്നു ഉസ്താദേ. പിറ്റേ ദിവസം തൊട്ട് അലംദർ സൂറത്ത് ഓതാൻ 20 റക്അത്തിൽ ആദ്യം 1 തൊട്ട് 10 വരെ അലംദർ ഓതും. പിരിക്കാ സ്ഥലമില്ല. 9:30 മണി എന്നുള്ളത് 9:20 തീരാൻ തുടങ്ങി. അതാ പറയണേ, ചില ചെറുപ്പക്കാര് നിസ്കാരമാണോ എന്താണോ തറാവീഹ് ഒക്കെ നിസ്കരിക്കാൻ കണ്ടാലും പിടച്ചവനെ കോഴി തീറ്റ കൊത്തി തിന്നുന്നത് പോലെ പെട്ടെന്ന് കൊത്തി തിന്നു പോകുന്ന ഒരവസ്ഥ അല്ലാഹു കാത്തിരിക്കട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ചില ഉപ്പമാരൊക്കെ ഇമാമിന്റെ പുറകിൽ പിടുത്തം കണ്ടാല് ബെൻസിന്റെ പുറകിൽ ഹോണ്ട സ്പ്ലെൻഡർ വെച്ച് പോണ പോലെ, BMW പുറകില് മാരുതി ആയിട്ട് പോണ പോലെ ഉസ്താദ് ഭയങ്കര സ്പീഡ്. ചില ചങ്ങാതിമാരുണ്ട് ഉസ്താദ് സുജൂദി പോണതിന് മുമ്പ് തന്നെ ഈ ചങ്ങാതി സുജൂദി പെട്ടി ഇങ്ങനെ കിടക്കുക. എന്താ ഉസ്താദെ വരാത്ത സമയം പോണ ഉസ്താദെ, ബാ ഉസ്താദെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കണ അവസ്ഥ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഖത്തീബന്മാർക്കൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്താ? ഇമാമ് ആദ്യത്തെ സലാം വിട്ടു, രണ്ടാമത്തെ സലാം വിട്ടുമ്പോ ചില ആളുകൾ ഉസ്താദിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ, നിങ്ങളൊക്കെ സലാം വിട്ടു ഉസ്താദെ, നിങ്ങൾ എന്താ വീട്ടാത്ത? അല്ലെ, ഇവിടെ ഇരിക്കുന്ന മിക്ക ഉസ്താദ്മാർക്ക് അവര് എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ സലാം ഞാൻ ഏതോ ഒരു 2 മാസം മുമ്പ് എന്റെ മഹലിൽ ഞാൻ ഇതുപോലെ എവിടെയോ വഴുതിന് പോകാൻ വേണ്ടി പോയപ്പോ പള്ളിയിൽ ജുമാക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ എന്റെ മഹലിൽ ഞാൻ ജുമാക്ക് കൂടുമ്പോ സ്റ്റെയറിന്റെ തൊട്ട് സൈഡിൽ ചെന്നിട്ടായിരിക്കണം, സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ തൊട്ട് സൈഡിൽ ഇരിക്കണം. അങ്ങനെ ഒരു 18-20 സ്റ്റെപ്പോളം കയറിയാൽ ഒന്നാമത്തെ ഫ്ലോറിലേക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറി ചെല്ലത്തുള്ളൂ. ഞാൻ ഒന്നാമത്തെ സലാം വിട്ട് രണ്ടാമത്തെ സലാം വിട്ടുമ്പോ കുറച്ച് ചെറുപ്പക്കാർ താഴെ. ഞാൻ ഒന്നാമത്തെ സലാമും രണ്ടാമത്തെ സലാമും വീട്ടിൽ കഴിഞ്ഞപ്പോ കുറച്ച് ചെറുപ്പക്കാർ നിസ്കാരം 20 സ്റ്റെപ്പും നാട്ടി താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഉസ്താദ്മാര് പറഞ്ഞു, എന്ത് പെണ്ണുങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കണ ചില ഉസ്താദന്മാരുടെ അവസ്ഥ ഭയങ്കര ഗതികേടാ. ആദ്യത്തെ ദിവസം ചെല്ലും ഭയങ്കര അത്രയൊക്കെ തേച്ച് സ്റ്റെപ്പ് ഇട്ട് തലപ്പൊക്കെ കെട്ടി ചങ്ങാതിമാരോടെ ചെന്നിട്ട് ആദ്യത്തെ ദിവസം ഇച്ചിരി പയ്യ ഓതുമ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരി അങ്ങനെ ഇത്ത വന്നിട്ട് പറയും, മോനെ ഇത്തിരി കൂടി നേരത്തെ ആക്കിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ ചങ്ങാതി നീ പിറ്റേ ദിവസം പോയിട്ട് ഇത്തിരി സ്പീഡ് കൂട്ടും. അപ്പൊ എനിക്ക് ഏതെങ്കിലും പ്രായമുള്ള ഉമ്മ വന്നിട്ട് പറയണേ, മോനെ ഇത്തിരി സ്പീഡ് കുറച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഈ ചങ്ങാതി പിറ്റേ ദിവസം സ്പീഡ് കുറക്കും. അപ്പൊ അടുത്ത ഉമ്മ വന്നിട്ട് പറയും, അതെ ഇത്തിരി കൂടി സ്പീഡ് കൂട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 80-ലും 100-ലും 110-ലും 20-ലും 10-ലും ആയിട്ട് ഇങ്ങനെ കിടക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കൾ ദുആ ചെയ്യുന്ന കന്നാടൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരണം. എന്നിട്ട് ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്ന ശബ്ദവും ചില ചങ്ങാതിമാരുണ്ട് അത് തെറ്റിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ചില ചങ്ങാതിമാര്. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. ഇമാമ് ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? ഇമാമിനോടൊപ്പം നിസ്കാരത്തിൽ ആമീൻ പറയുന്നവര്. മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ. മൂന്നാമത്തെ വിഭാഗമാരാ ആരം അറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. മനസ്സ് നന്നാക്കുന്നവനാരാ? വെറുപ്പില്ലാത്തവരാരാ? ദുഷിപ്പില്ലാത്തവരാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. അവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പടച്ചവരെ ഇലക്ഷൻ കടന്നു വരികയാണല്ലോ. ഇലക്ഷന് പല രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നുണ്ടല്ലോ. ആര് ജയിച്ചാലും പ്രിയമുള്ളവരെ, ആര് തോറ്റാലും പ്രിയമുള്ളവരെ, ആരോടും വെറുപ്പുണ്ടാകാൻ പാടില്ല, ആരോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല, ആരോടും അസൂയയുണ്ടാകാൻ പാടില്ല, ആരോടും പകയുണ്ടാകാൻ പാടില്ല, ആരോടും ഏഷണി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പറയുകയാ,
അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മനസ്സിന് വെറുപ്പില്ലാത്തവരാരാ, മനസ്സിന് അസൂയയില്ലാത്തവരാരാ, മനസ്സിന് വിദ്വേഷമില്ലാത്തവരാരാ, കൽബ് നന്നാക്കുന്നവരാരാ, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റമദാൻ കടന്നു പോയല്ലോ, റജബ് കടന്നു പോയല്ലോ, ശഅബാൻ കടന്നു പോയല്ലോ. നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരെ, ഹൃദയം നന്നാക്കാൻ കഴിയണമല്ലോ. നാളത്തെ ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കന്നാട മൊറൂസുണ്ടല്ലോ, സമാപിക്കുകയാ. ഈ മഹാന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുക, ആ മഹാന്റെ ചാരത്ത് വെച്ച് ദുആ ചെയ്യുക. മനസ്സ് നന്നാക്കു റബ്ബേ, ഹൃദയം മലിനമാണ് റബ്ബേ, ഹൃദയം കഠിനമാണ് റബ്ബേ, നീ ശുദ്ധിയാക്കണേ അല്ലോ, നീ ശുദ്ധീകരിക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്യേണ്ടതാ, ദുആ ചെയ്യേണ്ടതാ. ഒരു മനോഹരമാകുന്ന ചരിത്രമാ, ഒരു മനോഹരമാകുന്ന ചരിത്രമാ. പടച്ചവനെ 11 മണി കഴിഞ്ഞല്ലോ, എന്റെ ചെറുപ്പക്കാരാ, ഹൃദയം നന്നാക്കിക്കോ. ഹൃദയം മലിനമാണല്ലോ, ഹൃദയം എന്റെ പ്രിയമുള്ളവരെ നശിച്ചതാണല്ലോ. അതുകൊണ്ട് പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനു ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ക്ലാസ് എടുക്കുകയാ, നസീഹത്ത് പറയുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, സഹാബാ, മദീന പള്ളിയിലിരുന്നു കൊണ്ട് പറയുകയാ, മദീന പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരോ, ആദ്യമായി കടന്നു വരുന്നതാരാ? സഹാബാ, അവർക്ക് സ്വർഗമുണ്ട്, അവര് സ്വർഗത്തിന്റെ അവകാശിയാണ്. എന്റെ ആഗ്രഹം സ്വർഗമാണല്ലോ, നിങ്ങളുടെ ആഗ്രഹം സ്വർഗമാണല്ലോ. വയല് പറയുന്നത് സ്വർഗത്തിനാണല്ലോ, വയല് കേൾക്കുന്നത് സ്വർഗത്തിനാണല്ലോ, നമസ്കരിക്കുന്നത് സ്വർഗത്തിനാണല്ലോ, നോമ്പ് പിടിച്ചത് സ്വർഗത്തിനാണല്ലോ, സദഖ കൊടുക്കുന്നത് സ്വർഗത്തിനാണല്ലോ. അതുകൊണ്ട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, സഹാബാ, ഈ കാണുന്ന മദീന പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായിട്ട് അടുത്തതായിട്ട് കടന്നു വരുന്നതാരാ? അവർക്കുണ്ടല്ലോ സ്വർഗമുണ്ടേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുമ്പോ അബൂബക്കർ തങ്ങളതാ ഇരിക്കുന്നുണ്ട്, ഉമർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉസ്മാൻ തങ്ങൾ ഇരിക്കുന്നുണ്ട്, അലിയാർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, അമ്മാർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, സൽമാൻ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ബിലാൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്. സർവരും അതാ റസൂലുള്ളാഹിയുടെ ചാരത്തിരുന്ന് കൊണ്ട് നോക്കുകയാ, ആരാണ്? അല്ലാഹ് മദീനയുടെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്നതാരാ? മദീനയുടെ കവാടത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ? ആരെന്നറിയോ? ഒരു പ്രായമുള്ള വാപ്പയാ, നരച്ച മുടിയുള്ള വാപ്പയാ ചെറുപ്പക്കാരാ, നരച്ച താടിയുള്ള വാപ്പയാ ചെറുപ്പക്കാരാ, നരച്ച മീശയുള്ള വാപ്പയാ ചെറുപ്പക്കാരാ, ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ളോ ഒരു പിതാവാണ് പെങ്ങളെ. കയ്യിലുണ്ടല്ലോ താഴത്തിട്ട് നടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയോ. സർവരും എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ വീണ്ടും അതാ ഒരുമിച്ച് കൂടുകയാ. ലോകത്തിന്റെ പ്രവാചകനതോ പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, സഹാബാ, ഈ കാണുന്ന മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ രണ്ടാമതായി കടന്നു വരുന്നതാരോ? അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്. സഹാബത്തുണ്ടല്ലോ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുമ്പോ ആരാണ് വരുന്നതെന്നറിയോ? ആരാണ് വരുന്നതെന്നറിയോ? ആദ്യത്തെ ദിവസം കടന്നു വന്ന വാപ്പയുണ്ടല്ലോ, ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ള വാപ്പയുണ്ടല്ലോ, കടന്നു വരികയാ, കടന്നു വരികയാ. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, പടച്ചവനെ കടന്നു പോകുകയാ. മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് മദീനയുടെ കവാടത്തില് ഇരുന്നു കൊണ്ട് പറയുകയാ, സഹാബാ,
മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായിട്ട് കടന്നു വരുന്നത് ആരാണ്? സഹാബ. അവർക്ക് സ്വർഗമുണ്ടേ സഹാബ. സർവരും ഇങ്ങനെ അത്ഭുതപ്പെടുകയാ. 2 ദിവസം കടന്നു വന്നത് ഒരു പ്രായമുള്ള പിതാവാണല്ലോ. അല്ലാ, മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ ആരാ റബ്ബേ കടന്നു വരുന്നത്? ആരാണ്? അല്ലാ. സർവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുമ്പോ മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ ആരാണ് കടന്നു വന്നതെന്നറിയോ? 2 ദിവസം കടന്നു വന്ന വാപ്പയാ, നരച്ച താടിയുള്ള വാപ്പയാ, നരച്ച മുടിയുള്ള വാപ്പയാ, ചുറ്റിച്ചുളിഞ്ഞ ശരീരമുള്ള വാപ്പയാ. സഹാബത്തതാ അത്ഭുതപ്പെടുകയാ. ആ വാപ്പയുടെ പുറകിൽ ഇങ്ങനെ കടന്നു ചെല്ലുകയാ. വാപ്പ ചെയ്യുന്ന ഇബാദത്ത് നോക്കുകയാ. ഒരു ദിവസം മുഴുവനുണ്ടല്ലോ സഹാബിമാരന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള പിതാവ് ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, സ്വർഗ്ഗം ലഭിക്കാനുള്ള അമലുകളുണ്ടല്ലോ, ഇബാദത്തുകളുണ്ടല്ലോ, പരതുകയാ, അന്വേഷിക്കുകയാ, നോക്കുകയാ. സർവ സഹാബിമാരും കടന്നു വരികയാ. അത്ഭുതങ്ങളില്ലോ, അത്ഭുതങ്ങളില്ല. പ്രത്യേകിച്ച് അമലുകളൊന്നും എന്റെ പ്രിയമുള്ളവരെ പ്രായമുള്ള പിതാവ് ചെയ്യുന്നില്ല. സഹാബിമാര് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ആ വാപ്പയോട് ചോദിക്കുകയാ, വാപ്പാ വാപ്പാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് മദീനയുടെ കവാടത്തിൽ ഇരുന്നു കൊണ്ട് 3 ദിവസമുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞത് നിങ്ങളെയോ നിങ്ങളെയോ. അതിനുള്ള കാരണമെന്തോ, അതിനുള്ള ഇബാദത്തെന്തോ, അതിനുള്ള അമലുകളെന്തോ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങള് പറഞ്ഞ ആ വാപ്പയുണ്ടല്ലോ സഹാബിമാരോട് പറയുകയാ, സഹാബോ സഹാബോ, ഒരാളോടുമുണ്ടല്ലോ വെറുപ്പില്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ലോ, ഒരാളോടും എനിക്ക് അസൂയയില്ലോ. എന്റെ ഹൃദയമുണ്ടല്ലോ നല്ലതോ, എന്റെ ഹൃദയത്തില് ഒരാളോടും വെറുപ്പില്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് കടന്നു വന്ന സഹാബിമാരുണ്ടല്ലോ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുകയാ, വാപ്പാ ആ കാരണം കൊണ്ട് തന്നെയാ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമെന്ന് പറയുമ്പോ, ഹൃദയം നന്നാക്കുന്നവരെ, ഹൃദയം മലിനമായവരെ, ഹൃദയം ശുദ്ധിയാക്കാതെ മരണപ്പെട്ടു പോയാൽ സ്വർഗമില്ല, സ്വർഗമില്ല. നരകമെന്ന് പറയുന്ന ഏറ്റവും വലിയ അദാബുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകള് ദുആ ചെയ്യുന്ന 3ാമത്തെ വിഭാഗമുണ്ടല്ലോ ആരെന്നറിയോ? ആരെന്നറിയോ? ഹൃദയം ശുദ്ധിയാക്കുന്നവരാ. പടച്ചവരെ, യൂസിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാവങ്ങളല്ല, അവരുടെ ഹൃദയം നന്നാക്കണേ അല്ലാ, മലിനമാക്കല്ലേ അല്ലാ. വാപ്പ പറയാ, 3 ദിവസവും മുത്തുനബി തങ്ങള് എനിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയാനുള്ള കാരണം എനിക്ക് ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും പകയില്ല, ഒരാളോടും മേശനയില്ല, ഒരാളോടും അസൂയയില്ല എന്ന സാധുവായ പിതാവ് പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, ഒരാളോടും പകയില്ലാത്ത ഹൃദയം ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന 3ാമത്തെ വിഭാഗമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയണേ. ഒരാളോടും പകയുണ്ടാവാൻ പാടില്ല. ചിലപ്പോ എന്താ പകയെന്താ, മടിക്കൈ കല്യാണം പള്ളി റമദാനിൽ നോമ്പ് തുറക്കാൻ വന്നു. ആ സമയത്ത് കഞ്ഞി വിളമ്പിയവൻ കഞ്ഞി ഇത്തിരി കുറഞ്ഞു പോയി വിളമ്പിയത്. ആ പക ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുക ചില ചങ്ങാതിമാർ. ചില ചങ്ങാതിക്ക് ഈത്തപ്പഴത്തിൽ കുരുവില്ലാത്ത ഈത്തപ്പഴ ബന്ധി വിളമ്പി കൊടുത്തിട്ടുണ്ടാവും. ഈ ചങ്ങാതി ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുക, പടച്ചവനെ കഴിഞ്ഞ ഉറൂസിന് അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിന് പടച്ചവനെ ഞാനും മടിക്കൈ കല്യാണം
കല്യാണം പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നപ്പോ എനിക്ക് ആ ചെങ്ങാതി തന്ന ഈത്തപ്പഴത്തിന് കുരുവില്ല റബ്ബേ, ഓൻ എന്നെ അപമാനിച്ചതാ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ കിബറും വാശിയും വെച്ച് നടക്കണ ചില ചങ്ങാതിമാര് പാടില്ല പാടില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ഹൃദയം നന്നായാൽ, ഹൃദയത്തിൽ മലിനമില്ലെങ്കിൽ, ശുദ്ധിയായ ഹൃദയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നേതാ തൗബ ചെയ്യുന്നവർ, രണ്ടേതാ ഈ ഇമാം ആമീൻ പറയുമ്പോൾ ഇമാമിനോടൊപ്പം നിസ്കാരത്തിൽ ആമീൻ പറയുന്നവരാരാ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. മൂന്ന് ആരാ, ഹൃദയം നന്നാക്കുന്നവർ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. രണ്ടെണ്ണം കൂടെ ഉണ്ട്, പറഞ്ഞൂടെ രണ്ടെണ്ണം കൂടെ ഉണ്ട്, പറഞ്ഞൂടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 15-20 മിനിറ്റും കൂടി ഇരുന്നൂടെ. ഈ ചായ ഒക്കെ ഫ്രീയാ, പൈസ മേടിക്കോ? ഇതൊക്കെ ഇങ്ങനെ മാസവരി വരുമല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ല, ഒരുപാട് ഞാനിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓർത്ത് ഏതോ കല്യാണം വരാന്ന് ആദ്യം വരുന്നത്. ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുകളോട്ട് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കുന്നിന്റെ മുകളിൽ മൊത്തം പ്രകാശം. ഞാൻ വണ്ടി ഓടിക്കാൻ ജൗഫറിന്റെ അടുത്ത് വരണം, വലിയ കല്യാണപ്പേര് എങ്ങനെയാണോ? പക്ഷെ അൽഹംദുലില്ലാ സന്തോഷം. 80 വീടാ, 85 വീടാ, 65 വീട്, ആകെ 65 വീടുണ്ട്. ഈ 65 വീട്ടുകാർ ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു ഊസ് നടത്തുമ്പോൾ അത് വല്ലാത്ത സന്തോഷം. അല്ലാഹു നിലനിർത്തണേ റഹ്മാനെ, അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കമ്മിറ്റിക്കാർ എങ്ങനെ ഊറ്റാനാ നോക്കുക, പക്ഷെ അൽഹംദുലില്ലാ ഇവിടെയൊക്കെ നേരെ തിരിച്ച. അൽഹംദുലില്ലാ ആ മഹാൻ 6 മഹാന്മാരുണ്ടല്ലേ, 6 മഹാന്മാരുണ്ട്. അല്ലാഹു അവരുടെ ഗുരുത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയും, ഞാൻ ഇവിടെ വന്നപ്പോ ഉസ്താദുമായിട്ട് സംസാരിച്ച ഉസ്താദ് പറഞ്ഞ ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സുഖമുള്ള കാര്യം ജോലി ചെയ്യാൻ ഈ മക്കാമ് കിടക്കുന്നത് കൊണ്ടാണ്. ഈ മക്കാമ് കിടക്കുമ്പോൾ ഉസ്താദെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സുഖ. എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഈ മക്കാമിൽ വന്ന ദുആ ചെയ്യുമ്പോൾ ഉസ്താദെ ആ പ്രതിസന്ധിയൊക്കെ മാറുമെന്ന സാധു പറയുമ്പോ ഞാൻ പറയാ, നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവും, നമുക്ക് അതിന്റെ വില അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഈ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കും. ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 5 6 ഉണ്ടോ? 6 പേര്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇനി വരാൻ പറ്റില്ല ഉസ്താദെ, എല്ലാ ദിവസവും ഈ മഹാന്മാരുടെ ചാരത്തേക്ക് ഒരു ഫാത്തിഹ എങ്കിലും ഒന്ന് വരണമെങ്കിൽ ദൈവം അപ്പൊ ഇങ്ങനെ ദോടാ ഇങ്ങനെ വെക്കാനുണ്ട്. ഞാൻ പറയാ, നമുക്ക് സ്ഥിരം വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും ആ മഹാന്റെ ചാരത്തേക്ക് പോകാൻ കഴിയണം, അല്ലെ? ഇവിടെ ഉസ്താദന്മാർക്ക് അതിനുള്ള അനുഭവം ഉണ്ട്, ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് അതിനുള്ള അനുഭവം ഉണ്ട്. അൽഹംദുലില്ലാ 65 വീട്ടുകാർ ചേർന്നിട്ട് ഇത്രത്തോളം പ്രവർത്തനങ്ങൾ ഈ സാധുക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ മഹാന്മാരുടെ കഴിവ് തന്നെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, ആ മഹാന്റെ ചാരത്ത് ചെന്നിട്ട് പറയണം, റബ്ബേ മദീനമാ റബ്ബേ, നീ നന്നാക്കി തരണേ അല്ലാ എന്ന് അവരോട് കരഞ്ഞു കൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ നന്നാക്കി നൽകും. ഞാൻ പറയാ, ഹൃദയം നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഹൃദയം നന്നായിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാ, ഈ ഉറൂസ് ഇവിടെ നടക്കുമ്പോ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, എന്തിനാ ഇതൊക്കെ ഇട്ട് ഇത്രയും ചോറൊക്കെ എന്തിനാ കൊടുക്കണേ, ഇത്രയും നോട്ടീസ് അടിക്കണം എന്തിനാ, ആ ചങ്ങാതി ആലപ്പുഴ ഇവിടം വരെ കൊണ്ടുവരണം എന്തിനാ, അതിന്റെ ആവശ്യമുണ്ടോ, ഇതുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫിത്തനയും ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിൽ അസൂയയും വെറുപ്പായിട്ട് നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ടാവും. ഞാൻ പറയാ, ഹൃദയം നന്നാക്കിക്കോ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവരെ പൊക്കിയതൊന്നല്ല, ഞാൻ കമ്മിറ്റിക്കാരെ പൊക്കാത്ത ആളാണ്. ഞാനും കമ്മിറ്റിക്കാരും ഒരിക്കലും ചേരൂല. ഇപ്പൊ ഇവിടെ ഉസ്താദ് 2 അല്ലേ, ഞാന് ഈ ചില പള്ളിയിലൊക്കെ വാതിന് ചെല്ലുമ്പോ ചില പള്ളിയിലൊക്കെ ഉസ്താദന്മാർ 20 കൊല്ലമൊക്കെ ഹിദ്മത്ത് ചെയ്ത ഉസ്താദന്മാരുണ്ട്. ചില പള്ളിയിലൊക്കെ ഒരു പള്ളിയിൽ 20-25 കൊല്ലമൊക്കെ സേവനം ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഒരു സമ്മതിച്ചു കൊടുക്കും. കാരണം എന്തേ, 25 കൊല്ലം ഒരു പള്ളിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത തൗഫീഖ. ആ നാട്ടുകാരെ കമ്മിറ്റിക്കാരായിട്ടൊക്കെ അത്രത്തോളം സഹകരണമായിട്ട് പോണുള്ള. ഞാനൊന്നും 1 കൊല്ലം പോലും ഒരു പള്ളിയിൽ തേച്ചിട്ടില്ല. 1 കൊല്ലം പോലും ഒരു പള്ളി 4 കൊല്ലം പഠിച്ചിറങ്ങിയിട്ട് ഇപ്പം തന്നെ 5-6 പള്ളി. അല്ലാഹു നൽകിയിരിക്കുമാറാവട്ടെ, കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ മക്കാം ഉറൂസ് എല്ലാ കൊല്ലം ഉറൂസില്ലേ, അത് 3 കൊല്ലം കൂടുമ്പോൾ എല്ലാ കൊല്ലം ഉണ്ട്. അപ്പൊ എല്ലാ കൊല്ലം എന്ത് ചെയ്യാ,
അൽഹംദുലില്ലാഹ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവർ എന്ത് ചെയ്യാ അൽഹംദുലില്ലാഹ് ഒരുമിച്ച്. പിന്നെ പറയാ ഉറൂസിന് വന്ന ഉറൂസിന് വരലായിരിക്കണം, അല്ലാതെ ചന്തയിൽ വരാനായിരിക്കും ഉറൂസിന് വരുന്നത്. സ്നേഹത്തിൽ പറയാ കാസർഗോഡ് ജില്ലയിൽ ഉറൂസുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉറൂസിനെക്കാൾ ഉണ്ടാവും, പക്ഷേ മൈക്ക് സെറ്റ് ചന്തയിൽ വെച്ചാൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ. പിന്നെ ഒരു കാര്യമുണ്ട് അല്ലെ, ഒരാള് ഉറൂസിലേക്ക് കടന്നു വന്നിട്ട് ഉറൂസിന്റെ കവാടത്തിലോട്ട് ഇങ്ങനെ വരിക, ആ സമയത്ത് അവന്റെ ശരീരത്തിൽ ഒരു മലക്കുണ്ടാവും, ഒരു ചൈത്താനുണ്ടാവുന്ന എടാ വയന്ന് നടക്കണടാ കേരടാ എന്ന് മലക്ക് പറയും. ആ സമയത്ത് മലക്കൾ ശരീരത്തിലുള്ളവരാണ് എന്ത് ചെയ്യും വയലിന് വരും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ചന്തയിലുള്ളവർ ഇങ്ങോട്ട് പോരെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കച്ചവടം ഉണ്ടായി കൊടുക്കാം. ശൈത്താനല്ലേ മനസ്സിരിക്കണം, എങ്ങനെ പോകാനാ? അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ നൽകിയിരിക്കുമാറാവട്ടെ. ഞാൻ പറയാം കച്ചവടമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതെപ്പോ വയല് കഴിഞ്ഞിട്ട് അല്ലെ വയലിന് മുമ്പ് വയല് നടക്കുമ്പോ എന്ത് ചെയ്യാ ആ സമയത്ത് നമ്മൾ വന്നിരിക്കുക. അൽഹംദുലില്ലാഹ് അല്ലാഹു ഇരുന്നവർക്കൊക്കെ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഇരിക്കാത്തവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലപ്പോൾ ആ സാധുക്കൾ അവിടെ നിന്ന് കേൾക്കാനുണ്ടാവും, ചില ആളുകൾക്ക് ഈ ശബ്ദം പ്രശ്നം ഉണ്ടാവും അല്ലെ. എന്റെയൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ചില ഇങ്ങനെ വെക്കലുണ്ട്. എന്റെ പ്രസംഗം കേട്ടിട്ട് ചില ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ എനിക്ക് പേടിയാ, ചില വാപ്പമാരൊക്കെ ഇങ്ങനെ വെക്കും. പടച്ചവനെ മനസ്സിൽ എന്റെ വാപ്പ വിളിക്കായിരിക്കും. എന്ത് ആ ചങ്ങാതി വന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കി ചെവിയിലെ ഡയഫ്രം അടിച്ചു പോയിട്ട് ഇപ്പം തന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇറങ്ങി പോണേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ വഅദിലും ശബ്ദത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ മതി, ഞാൻ ഇവിടെ വെക്കണം. അല്ലാഹു നമ്മുടെ വഅദിലും ശബ്ദത്തിലും നസീഹത്തിലും ഇമാമത്തിലും ഒക്കെ അല്ലാഹു ജോലിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മൂന്ന് ഹൃദയം നന്നാക്കുന്നവരാരാ? അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഒന്നേതാ തൗബ ചെയ്യുന്നവർ, രണ്ട് ഇമാമിനോടൊപ്പം നിസ്കാരത്തിൽ ആമീൻ പറയുന്നവർ, മൂന്ന് ഹൃദയം നന്നാക്കുന്നവര്, നാല് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ. നാലാമത്തെ വിഭാഗമാരാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ. ആയിരക്കണക്കാന സഹാബത്തിനോട് എന്റെ പ്രിയമുള്ളവര് പറഞ്ഞു കൊടുക്കുകയാ, പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിയുടെ പേരില് ഹൃദയമറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരാരാ, കൽബറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരാരാ, ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലുന്നവരാരാ? അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാ. പടച്ചവനെ വെള്ളിയാഴ്ച രാവ് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ മദീനയുടെ ചാരത്തേക്ക് പ്രിയമുള്ളവരെ സ്വലാത്ത് ചൊല്ലുന്നവരോട് പറയുകയാ, അൽഹംദുലില്ലാഹ് ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ, ചൊല്ലേണ്ടതാ, നിയ്യത്ത് ചെയ്യേണ്ടതാ. ഉസ്താദേ മദീന കണ്ടിട്ടില്ല, ഉസ്താദേ ഉംറ ചെയ്തിട്ടില്ല, ഉസ്താദേ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉസ്താദേ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ഉസ്താദേ എത്രയോ പേര് മദീനത്തേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ ഹൃദയം പിടക്കുന്നുണ്ട് ഉസ്താദേ എന്ന് പറയുന്നവരോട് പറയുകയാ, മദീന കാണണോ, മദീന കാണണോ, റസൂലുള്ളാഹിയെ കിനാവിൽ കാണണോ? മദീനയുടെ പവറെന്താ ചെറുപ്പക്കാരാ, മദീനയുടെ പവറെന്താ ചെറുപ്പക്കാരാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തേക്ക് മക്കയിൽ നിന്ന് പാലായനം ചെയ്യുകയോ യാത്ര ചെയ്യുകയോ മദീനത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ബിലാൽ തങ്ങളുണ്ടല്ലോ കടന്നു വരികയോ, എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ബിലാൽ തങ്ങളുണ്ടല്ലോ പരാതി പറയുകയോ, മദീനത്തേക്ക് കടന്നു വന്ന സഹാബിമാർക്ക് നബിയേ രോഗമാണ് നബിയേ, താങ്ങാൻ കഴിയുന്നില്ല നബിയേ, പനിയാണ് നബിയേ, സുഖമില്ല നബിയേ, മക്കത്തേക്ക് തിരിച്ചു പോകാ യാ റസൂലല്ലാഹ്. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ രണ്ട് കരങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ആകാശത്തേക്ക് ഉയർത്തുകയാ, എന്നിട്ടതാ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഹബീബ് ഇലൈനൽ മദീന കഹുബ്ബിനാ
മക്ക അല്ലാഹുവേ മദീനത്തേക്ക് പ്രേമമുണ്ടല്ലോ, പ്രണയമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, ഇഷ്കുണ്ടല്ലോ, അനുരാഗമുണ്ടല്ലോ, തരണേ അല്ലാ തഹുബിനാ മക്കോ. മക്കയെ പ്രണയിച്ചതുപോലെ, മക്കയെ സ്നേഹിച്ചതുപോലെ, മക്കയെ ആദരിച്ചതുപോലെ മദീനയോട് പ്രണയം തരണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകനതാ ദുആ ചെയ്തെന്ന് പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ റസൂലുള്ളാഹിയുടെ പേരിൽ കൽബറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ എന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ആ മദീന കാണണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. ആ മദീനയുടെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയണമെങ്കിൽ ആയിരക്കണക്കാന സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഉസ്താദ് ഒരു 100 സ്വലാത്തെങ്കിലും ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മള് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടൊന്ന് കൈവച്ചിട്ട് ചിന്തിച്ചു നോക്കിയ ഉസ്താദേ, നിസ്കാരത്തിലല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ 100 സ്വലാത്ത് കിടക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നുണ്ടെന്ന് പറയാൻ കഴിയും എത്ര പേരാണല്ലേ? ഞാൻ പറയാ, നാട്ടുകാരെ കാണിക്കാനല്ല സ്വലാത്ത് ചെല്ലണ്ട്. ചില ചങ്ങാതിമാരുണ്ട് കയ്യിലൊക്കെ തസ്ബീഹ് മാലക്കെട്ട് ഇങ്ങനെ നടക്കും, കയ്യിൽ ഡിജിറ്റൽ കൗണ്ടറൊക്കെ നടക്കും. പക്ഷേ നമ്മുടെ സക്കാഫി ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാം, അതുവരെ നിൽക്കൂല. ഉസ്താദ് ഇങ്ങനെ കാണും, ഉസ്താദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 100 ഇങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ നിൽക്കി ചങ്ങാതിമാര്. അതാ പറയണേ അല്ല, സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ചെല്ലാൻ കഴിയണം. അങ്ങനെ ചൊല്ലുന്നവരാരാ? അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ പറയുന്നുണ്ട്. മരണവേദന കുറയണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. മരണവേദന കുറയണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ഉണ്ടാകാറുണ്ട്, ഇവിടെയും പല പള്ളിയിലൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ മക്കാമില് നേർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ സ്വലാത്ത് ഉണ്ടാകാറുണ്ട്. ആ സ്വലാത്ത് അല്ലാതെ ഇന്ന് വരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ മദീനത്തേക്ക് ഒരു 100 സ്വലാത്ത് അല്ലെ. ഇപ്പൊ പിന്നെ ചില ആളുകളുണ്ട് വാട്സപ്പ് കൂട്ടായ്മ, സ്വലാത്തിന്റെ മദ്ഹ്, മറ്റേ സ്വലാത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിയിരിക്കുക. എന്നിട്ട് ആ സ്വലാത്തിന്റെ ഗ്രൂപ്പിന്റെ അഡ്മിന് ഈ പെണ്ണുങ്ങൾ സ്വലാത്ത് ചൊല്ലി ഏൽപ്പിച്ചാൽ മാത്രമേ മദീനത്തേക്ക് സ്വലാത്ത് പോകൂ എന്നാ ചില താത്താമാരുടെ വിചാരം. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, എന്തൊക്കെ ഗ്രൂപ്പ് അവിടെ അല്ലെ? സലാത്തിന്റെ മദീന, മദീനയുടെ സലാത്ത്, ഹുബ്ബ് റസൂല് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് തുടങ്ങും. എന്നിട്ട് ആ ഗ്രൂപ്പില് അഡ്മിൻ പറയാ, ഓരോ ആഴ്ചയും ഇത്ര സലാത്ത് ചൊല്ലി എന്നോട് വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ആ സലാത്ത് മദീനത്തേക്ക് എത്തൂ എന്ന് പറയാൻ നടക്കണ കാര്യമാണോ? അല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൽ പറയാ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ആദരവോടുകൂടി പറയാ, സലാത്ത് ചെല്ലുന്നവരാരാ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. 4 അവസാനത്തെ വിഭാഗം ബക്കറ്റിൽ ബക്കറ്റ് എടുത്തോ? അവിടെ പ്രശ്നം പിള്ളേര് ഇനി അങ്ങോട്ട് പോയി എല്ലാരും അത് കമ്മിറ്റിക്കാർ ആരെങ്കിലും ചെന്നിട്ട് വന്നേ ഖബർക്ക് വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത്രേ ഉള്ളൂ. വേറെന്താ ഉറൂസിന്റെ അവിടെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു എല്ലാവിധ പ്രതിസന്ധികളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വരും. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 4 അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന 4ാമത്തെ വിഭാഗമാരാ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിരി വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്
اللهم صل على محمد يا ربي صل عليه وسلم അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു എല്ലാ സങ്കടങ്ങളും വേദനകളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനത്തെ വിഷയമാണ് ആരാണോ സദഖ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നത് ആരാണോ സദഖ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയ്യ നമ്മൾ നിയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ അടിസ്ഥാന ചില ആളുകളുണ്ട് വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന സദഖ ഇടത്തെ കൈയും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ മുഴുവൻ അറിയിച്ചിട്ട് സദഖ കൊടുക്കുന്ന ചില ആളുകളുണ്ട് പാടില്ല സദഖ കൊടുക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നത് ആരും എന്റെ പ്രിയപ്പെട്ടവരെ പരസ്പരം കളഞ്ഞു കുടിക്കാൻ പാടില്ല ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യും ആർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോ റേഷൻ കടയുടെ BPL കാർഡ് വെച്ച് അരി മേടിച്ചിട്ടായിരിക്കും നാട്ടിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യണേ അതുവരെ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ അല്ലാഹു ഈ മന്ദലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ പാടില്ല ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു ആരാണോ സദഖ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പള്ളിയുടെ മുമ്പിലൊക്കെ പാവപ്പെട്ടവർ വന്ന് കൈ നീട്ടുമ്പോ നമ്മൾ അവരെ പുച്ഛിച്ചു വിടാൻ പാടില്ല അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അവരെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അവരെ നമ്മൾ പ്രതിസന്ധിയിലാക്കാൻ പാടില്ല